ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഇപ്പോൾ ഉറക്കമല്ലേ? പപ്പിമോള് നല്ല ഉറക്കത്തിലാണ്. ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് വിഷ്ണുവിനോട് പറയുവാണ്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷനുണ്ട്. മോൾ ഉണരുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം കേട്ടോ. സിസ്റ്ററെ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ശ്യാമ അങ്ങോട്ട് വരികയാണ്. വിഷ്ണുവിനോട് പറയുവാണ്, പപ്പിമോൾ ഉണർന്ന ആദ്യം സത്യമായിരിക്കും തിരക്കുന്നത്. കണ്ടില്ലെന്ന് പറഞ്ഞ കരച്ചിലായിരിക്കും. ശ്യാമയും കണ്ടതല്ലേ അമ്മയുടെ പ്രകൃതം. അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ അമ്മ ഇല്ലാത്ത വഴക്കുണ്ടാക്കും. വിഷ്ണുവേട്ട, പപ്പിയുടെ അവസ്ഥ കണ്ടിട്ട് അതൊന്നും നോക്കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അവരെ കാണുന്നതാണ് പപ്പിക്ക് ആശ്വാസമെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത്. മോളുടെ സന്തോഷമല്ലേ വിഷ്ണുവേട്ട നമുക്കിപ്പോൾ വലുത്. പപ്പിമോടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, അത്രയോ ഒരു പരിഗണനയെങ്കിലും കൊടുത്താൽ മതി സത്യക്ക്. സത്യയെ കണ്ടു കഴിഞ്ഞാൽ പപ്പിമോടെ പകുതി അസുഖം മാറും. ഡോക്ടർ പറഞ്ഞതും അങ്ങനെയാണ്. കുഞ്ഞേച്ചിയും സത്യം കാണാത്തതിലുള്ളൊരു ഷോക്ക് പപ്പിമ കൊണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞ്. അത് ഉടനെ പരിഹരിക്കണമെന്നും പറഞ്ഞു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് മോളെ സുഖപ്പെടുത്തുക ഇപ്പോൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യാനാ ശ്യാമേ? അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ശാലിനിയെക്കുറിച്ചും സത്യയെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകളാ. ഇനി ഹോസ്പിറ്റലിൽ വെച്ചൊരു വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ശ്യാമ വിഷമിക്കണ്ട, നമുക്ക് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ശാലിനിയും ശാരദാമ്മയും സത്യമോളും ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട്. എന്തുവാ നടക്കുന്നതെന്ന് ഒരു കാര്യവും അറിയാതെ നമ്മുടെ സത്യമോള് പാവം ഒരു കളിപ്പാവയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ശാരദാമ്മ ഭയങ്കര സങ്കടത്തിലാണ്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ വിളിച്ചിട്ട് വിഷ്ണുമോൻ ഫോണും എടുത്തില്ലല്ലോ. ഈശ്വര, ഈ യാത്രയുടെ കാര്യങ്ങളൊന്നും വിഷ്ണുമോൻ അറിയത്തതുമില്ല. വിഷ്ണുമോൻ അറിഞ്ഞാൽ ഈ യാത്ര തടയുമെന്ന് ശാലിനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു അറിയരുതെന്ന് ശാലിനി ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത്. എന്നേക്കുമായുള്ള നാടും വീടും വിട്ടുള്ള ഒരു യാത്രയാണല്ലോ ദൈവമേ. പാവം സത്യമോള് ടൂറ് പോവാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാണ്. ഇനി അവിടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും അവിടെ ബിഗ് ഫ്രണ്ടിനെയും കാണാൻ പറ്റില്ലെന്നറിയുമ്പോൾ ആ കുഞ്ഞു മനസ്സ് തളർന്നു പോവും എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുവാണ്. ശാലിനി വിഷ്ണുവിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് കരയുവാണ്. വിഷ്ണുവേട്ട, പറയാതെ പോന്നതിൽ മാപ്പ്. അറിയിച്ചാൽ എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ വിടില്ലെന്നറിയാം. സത്യാമ്മയ്ക്ക് മുന്നിൽ നമ്മൾ എന്നും ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് കഴിയേണ്ടവരാ. സ്വപ്നങ്ങൾ കാണാൻ മാത്രം വിധിക്കപ്പെട്ട നമുക്ക് രണ്ട് ദൂര സ്ഥലത്തിരുന്നും സ്വപ്നങ്ങൾ കാണാവുന്നതാണല്ലോ. അതിന് സത്യാമ്മയ്ക്കെന്നോ ആർക്കും തന്നെ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ലല്ലോ. പരസ്പര ഓർമ്മകൾ ഉണ്ടായാൽ മാത്രം മതി. ഇത്രയും നാളും നമ്മൾ ചെയ്തതും അതുതന്നെയല്ലേ വിഷ്ണുവേട്ട. ഇങ്ങനെയൊരു യാത്ര പോകുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ വിഷ്ണുവേട്ടൻ്റെ അടുത്താ. എനിക്ക് എൻ്റെ ശരീരം മാത്രമേ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുള്ളൂ. എൻ്റെ മനസ്സിനെ എത്ര കെട്ടിവലിച്ച് നോക്കിയിട്ടും അത് വരുത്തില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിലേറെ ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിഷ്ണുവേട്ടനും അറിയാം. പക്ഷേ എന്നിട്ടും എൻ്റെ വിഷ്ണുവേട്ട, എന്താ നമ്മളിങ്ങനെ ആയിപ്പോയത്? നമ്മുടെ ജീവിതം മാത്രം എന്താ വിഷ്ണുവേട്ട ഒരു തീരത്തും എത്തപ്പെടാതെ പോയത്? ഒരെത്തും പിടിയും ഇല്ലാതെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇനി എൻ്റെ വിഷ്ണുവേട്ടനെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. വിഷ്ണുവേട്ടൻ്റെ ശാലിനി പോകുക. കാണാമറയത്തിരുന്നിന് നമുക്കിനി പ്രണയിക്കാം. ശാലിനി ഇങ്ങനെ ഓരോന്നും ഓർത്ത് കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ശാരദാമ്മയും കാണുവാണ്. ശാരദാമ്മയും ആകെ സങ്കടപ്പെടുവാണ്. എന്ത് ചെയ്യാനാ ഭഗവാനെ, എൻ്റെ കുഞ്ഞിൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്ത് മഹാഭാവമാണ് ഇതിന് തക്കതായിട്ട് ഈ കുഞ്ഞുങ്ങൾ ചെയ്തത്. പാവം എൻ്റെ സത്യമോള് ടൂറ് പോവാണെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുക. എൻ്റെ പൊന്നുമോളെ, ഒരു പറിച്ചു നടലാണ് ഞാനിപ്പോൾ നിനക്ക് ചെയ്യുന്നത്. മറ്റൊരു നാട്, മറ്റൊരു ഭാഷ, ഇതെല്ലാം എൻ്റെ മോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും? പെട്ടെന്ന് സത്യമോള് ശാലിനിയോട്, അമ്മേ എൻ്റെ ഫോണൊന്ന് തന്നേ, ഞാനേ ടൂറിന് പോകുന്ന കാര്യം പപ്പിയോടൊന്ന് വിളിച്ച് പറയട്ടെ. എൻ്റെ ഫോണൊന്ന് താമേ, എൻ്റെ ബിഗ് ഫ്രണ്ടിനോട് ഞാനൊന്ന് വിളിച്ച് പറയട്ടെ. നമ്മൾ ടൂറ് കഴിഞ്ഞ് വരുമ്പം പപ്പിക്ക് എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വരണ്ടെന്ന് എനിക്ക് ചോദിക്കണ്ടേ? സത്യ, നീ ഇപ്പോൾ ഒരാളെയും വിളിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. നമ്മൾ പോയിട്ട് വന്നിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി. മോളെ, വിഷ്ണുമോനോടൊന്നും നീ പറയണ്ടേ? പറയാതെ പോകുന്നത് തെറ്റല്ലേ? അല്ല, സത്യമോളുടെ സങ്കടം കണ്ടുകൊണ്ട് പറഞ്ഞതാ. സങ്കടം എല്ലാവർക്കും ഉണ്ടമ്മേ. ഇനി ആ സങ്കടത്തിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് സമയമില്ലമ്മേ. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്നതും പോയതും എല്ലാം ആ സങ്കടത്തിൻ്റെ പേരിലല്ലേ. എന്നിട്ട് എന്താ അമ്മേ ഉണ്ടായത്? അതുകൊണ്ട് ഇനി ഒരു മറുചിന്ത ഇല്ലമ്മേ. തീരുമാനിച്ചത് പോലെ തന്നെ നടക്കും. ഹോസ്പിറ്റലിൽ പപ്പിമോള് മയക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വരികയാണ്. മോൾ ഉണർന്നല്ലോ വിഷ്ണുവേട്ട. മോളെ, മോക്ക് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള മരുന്നായത്. ഈ മരുന്ന് മോള് കഴിക്ക് എന്ന് പറയുമ്പോൾ പപ്പിമോൾ ആ മരുന്നങ്ങ് തട്ടിക്കളയുവാണ്. വിഷ്ണു അച്ഛാ,
ചേച്ചിയമ്മയും സത്യം വന്നില്ലേ? അവർ വരും മോളെ. എനിക്ക് അവരോട് സോറി പറയണം. ഒരുപാട് വഴക്ക് സത്യാമ്മ അവരെ പറഞ്ഞു. അത് ഞാൻ കാരണമല്ലേ വിഷ്ണുവേച്ചാ? അതുകൊണ്ട് എനിക്ക് അവരോട് രണ്ടുപേരോടും സോറി പറയണം. അതിനെന്താ മോളെ, നമുക്ക് പറയാമല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് മോള് സുഖമായിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് പറയാം. പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ പറയണം. എൻ്റെ പപ്പിമോള് മരുന്ന് കഴിക്ക്. എനിക്ക് വേണ്ട. ശ്യാമ പറയുക. അവളിങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല വിഷ്ണുവേട്ടാ. എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ വന്നത് പപ്പിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുഞ്ഞേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ പപ്പി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കില്ലായിരുന്നു. എൻ്റെ പപ്പി ഇന്ന് ജീവനോടിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കുഞ്ഞേച്ചിയാ. കുഞ്ഞേച്ചി വന്ന് ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ പപ്പിമോൾ നമ്മളോടൊപ്പം ഉണ്ടാവില്ലായിരുന്നു. എന്തുവാ ശ്യാമേ നീ പറയുന്നത്? അപ്പോൾ പേര് വെളിപ്പെടുത്താത്ത ആ ബ്ലഡ് ഡോണർ ശാലിനി ആയിരുന്നോ? പിന്നെ അല്ലാതെ ഈ റെയർ ഗ്രൂപ്പ് ബ്ലഡ് ആര് തരാനാ? എന്നിട്ട് ശ്യാമേ, നീ എന്താ ഇക്കാര്യം നേരത്തെ പറയാതിരുന്നത്? അതറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ശാലിനിയെ അപമാനിച്ച് വിടുവായിരുന്നോ? കുഞ്ഞേച്ചിയാ എന്നോട് പറഞ്ഞത് പറയണ്ടാന്ന്. കുഞ്ഞേച്ചിയാണ് ബ്ലഡ് കൊടുക്കാൻ വന്നിരിക്കുന്നതെന്ന് സത്യാമ്മ അറിഞ്ഞാൽ ബ്ലഡ് കൊടുപ്പിക്കില്ലെന്ന് കുഞ്ഞേച്ചി ഭയന്ന്. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞേച്ചി രഹസ്യമായിട്ട് വന്ന് ബ്ലഡ് കൊടുത്തതും നിങ്ങളുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇവിടെ മാറി നിന്നതും. വിഷ്ണു മനസ്സിൽ പറയുകയാണ്, എടോ താനിങ്ങനെ ഓരോ കാര്യത്തിലും എന്നെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. എൻ്റെ ശാലിനി, തനിക്ക് എങ്ങനെ ഓരോ കാര്യത്തിലും കഷ്ടപ്പെടാൻ പറ്റുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയും ചെയ്തു ആ പാവം. പപ്പിമോള് പറയുന്നതാ ശരി. പപ്പി മാത്രമല്ല മാപ്പ് പറയേണ്ടത്, എല്ലാവരും ശാലിനിയോട് മാപ്പ് പറയണം. വിഷ്ണുവേട്ടാ, കുഞ്ഞേച്ചിയോട് നമ്മളെല്ലാവരും ചെയ്യുന്നത് കടുത്ത ദ്രോഹമാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തിട്ടും അതിന് കിട്ടുന്നത് വഴക്കും ചീത്തയാണ്. അതോർത്ത് ആ പാപം വീട്ടിൽ തന്നെ കരയുമായിരിക്കും. എന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. തെറ്റ് ചെയ്യാത്ത ശാലിനി എപ്പോഴും ശിക്ഷിക്കപ്പെടുകയാണല്ലോ. അതിന് നമ്മൾ കൂടി ഒരു ഭാഗമാകുന്നതാണ് കൂടുതൽ വേദനയുണ്ടാക്കുന്നത്. എല്ലാം ഉള്ളിലൊതുക്കി എൻ്റെ കുഞ്ഞേച്ചി പോയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചങ്ക് പൊട്ടിക്കൊണ്ടാണ് ആ പാവം ഇവിടുന്ന് പോയത്. വിഷ്ണു അച്ഛാ, എനിക്ക് ചേച്ചിയമ്മയും സത്യ ഇപ്പം തന്നെ കാണണം. പപ്പി മോളിങ്ങനെ എഴുന്നേക്കല്ലേ, വിഷ്ണു അച്ഛൻ കൊണ്ടുവരാം. ഇല്ല, വിഷ്ണു അച്ഛൻ ഇപ്പം തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ ഞാൻ മരുന്നും കഴിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. വിഷ്ണു അച്ഛൻ ഇപ്പം തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. എൻ്റെ പപ്പിമോളി മരുന്ന് കഴിക്ക്, മുറിവൊക്കെ നുണങ്ങട്ടെ. വേണ്ട, വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയും സത്യയും കൂട്ടിക്കൊണ്ട് വന്നിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ശരി, വിഷ്ണു അച്ഛൻ്റെ പപ്പിമോളി വിഷമിക്കേണ്ട. വിഷ്ണു അച്ഛൻ പോയി അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ് വിഷ്ണു പോകാനൊരുവാണ്. ചാർജ് തീർന്നപ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ അവിടെ കുത്തി വെച്ചിരിക്കുമായിരുന്നു. അത് സൈലൻ്റ് ആയിരിക്കുമായിരുന്നു. ആ ഫോൺ എടുത്തുകൊണ്ട് വിഷ്ണു പുറത്തോട്ട് വരികയാണ്. വിഷ്ണു അങ്ങനെ പുറത്തോട്ട് വന്നിട്ട് ആ ഫോണിൽ നോക്കുമ്പോൾ ശാരദാമ്മ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. ശാരദാമ്മ ഇത്രയും പ്രാവശ്യം വിളിച്ചല്ലോ. പപ്പിമോളെക്കുറിച്ച് തിരക്കാനായിരിക്കും. എന്നാലും ഇത്രയും പ്രാവശ്യം വിളിച്ചത് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്നും പറഞ്ഞ് വിഷ്ണു പെട്ടെന്ന് ശാരദാമ്മയെ വിളിക്കുവാണ്. ആ സമയത്ത് ശാലിനി സത്യമോളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അവർക്ക് ട്രെയിൻ വരാൻ സമയമായി. അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ശാരദാമ്മയ്ക്ക് വിഷ്ണുവിൻ്റെ ഫോൺ വരുന്നത്. ശാരദാമ്മ അപ്പോൾ വിഷ്ണുവിനോട് ഞങ്ങളിങ്ങനെ പോവുകയാണെന്നും ശാലിനി നിർബന്ധിച്ച് അഹമ്മദാബാദിലോട്ട് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണെന്നും ഒക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ്, എന്തോ ശാരദാമ്മ ഈ പറയുന്നത്, നിങ്ങൾ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇപ്പം തന്നെ ഉടനെ അവിടെ വരാം എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ബൈക്ക് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വരുവാണ്. ശാരദാമ്മ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് ശാലിനി കാണുന്നുണ്ട്. അമ്മ ആരോടാ അമ്മ സംസാരിക്കുന്നത്? അത് മോളെ ഹോട്ടലിൽ നിന്ന് വിളിച്ച് അവരോട് സംസാരിക്കുമായിരുന്നു എന്നിങ്ങനെ ശാരദാമ്മ പറയുവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ വരാൻ നോക്കി ഇങ്ങനെ അവർ നിൽക്കുമ്പോൾ സത്യമോള് പറയുക, അമ്മയെ പപ്പിയും കൂടെ വിളിക്കായിരുന്നു. പപ്പി എന്താ അമ്മയെ വിളിക്കാഞ്ഞത്? മോളെ നമ്മൾ വിളിച്ചാലും സത്യാമ്മ പപ്പിമോളെ നമ്മളോടൊപ്പം വിടത്തില്ല. പിന്നെ അതുമല്ല മോളെ, നമ്മൾ കുറച്ചധികം ദിവസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നതെന്ന് അമ്മ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് മോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം. വിഷ്ണുവാണെ ബൈക്കിങ്ങനെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വരുക. ആ ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ശാലിനിയെ വിളിക്കുന്നുണ്ട്. ശാലിനി അപ്പോഴെല്ലാം ഫോൺ എടുക്കുന്നില്ല. ശാരദാമ്മയും കാണുന്നുണ്ട് വന്ന ഫോണൊന്നും ശാലിനി അറ്റൻഡ് ചെയ്യാത്തത്. തുടരെ വിഷ്ണുവിൻ്റെ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ശാരദാമ്മ പറയുന്നു, ആരാ മോളെ വിളിക്കുന്നത്? നീ ഫോൺ എടുക്ക്. അത് വിഷ്ണുവേട്ടനാണമ്മേ. മോളെ നീ വിളിച്ച് അവനോട് കാര്യം പറ. വിഷ്ണുവേട്ടൻ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഈ തീരുമാനം മാറ്റേണ്ടി വരും. അത് വേണ്ടമ്മേ, അത് പറ്റില്ല. ആ സമയത്ത് വിഷ്ണു റെയിൽവേ സ്റ്റേഷൻ്റെ ഏതോ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് വീണ്ടും ശാലിനിയെ വിളിക്കുവാണ്. ശാരദാമ്മ പറയുന്നു, മോളെ എന്തും വരട്ടെ, നീ തീരുമാനിച്ചുറപ്പിച്ച കാര്യം വിഷ്ണുവിനോട് പറ.
അങ്ങനെ ശാരദാമ്മ നിർബന്ധിക്കുമ്പോൾ ശാലിനി ഫോൺ എടുക്കുന്നുണ്ട്. വിഷ്ണു ശാലിനിയോട് എടോ താൻ എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ടടോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. വിഷ്ണു പറയുന്നതെല്ലാം കേട്ട് കരയുക എന്നല്ലാതെ ശാലിനിയുടെ വായിൽ നിന്ന് ഇന്നൊരു ശബ്ദം പോലും വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു വന്ന് ശാലിനിയെ കാണുമെന്നും ശാലിനിയെയും സത്യമോളെയും ശാരദാമ്മയും കൂട്ടിയിട്ട് തിരിച്ചു പോകുമെന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.